എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നറൂട്ടോയും ഫാമിലിയും അവരെല്ലാവരും വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് ഹോട്ട് സ്പ്രിംഗിലേക്ക് എത്തിയിരിക്കുകയാണ്. കവാക്കയും നറൂട്ടോയും ഹേമാവരിയും അവർ മൂന്നുപേരും ചുറ്റും നോക്കും. അവർക്ക് അത് അല്പം ഇഷ്ടമൊക്കെ ആവും. ഹേമാവരി ആണെങ്കിൽ ഹാപ്പി ആയിട്ട് അവിടുന്ന് അങ്ങനെ ആ ഒരു ഹോട്ടലിലേക്ക് കയറി ഓടുകയാണ്. അതേസമയം കവാക്കി അവൻ കാര്യമായിട്ട് ചുറ്റും നോക്കി ബൊറൂട്ടോട് പറയും, എനിക്കിവിടെ കാണുമ്പോൾ എന്തൊക്കെയോ സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നു, ഇവിടെ ഒരു ഗോസ്റ്റ് ഫീലാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും. അത് കേട്ട് ബൊറൂട്ടോ ആണെങ്കിൽ അവനെ കളിയാക്കി ചിരിക്കുകയാണ്. ഇവിടെ ഗോസ്റ്റ് ഒന്നുമില്ല, നീ ഹാപ്പി ആയിട്ട് എന്നോടൊപ്പം വായോ, നമുക്കിവിടെ ഈ ഒരു വെക്കേഷൻ അടിച്ചു പൊളിക്കാന്ന് പറയും. കട്ട് ചെയ്ത ഹൊക്കാഗയുടെ മാൻഷൻ കാണിക്കുകയാണ്. അവിടെ ഇപ്പോ ഹൊക്കാഗ ഇല്ലാത്തതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഷിക്കമരുവാണ്. അപ്പൊ നമ്മുടെ മിറായി പെണ്ണ് അവളാണെങ്കിൽ ഡോർ തുറന്ന് ഷിക്കമരുവിന്റെ അടുത്തേക്ക് വരികയാണ്. മാസ്റ്റർ, നിങ്ങളാണോ ഈ ഒരു സീറ്റിലിരിക്കണേ? നറൂട്ടോ ഹൊക്കാഗ അദ്ദേഹം എവിടെ പോയി? അതിന് ഷിക്കമരു ആണെങ്കിൽ അവൾക്കൊരു ബ്രോഷർ കാണിച്ചു കൊടുക്കും. അതില് ഒരു വലിയ ഹോട്ടലിന്റെ ഫോട്ടോ ഉണ്ടാവും. ഷിക്കമരു പറയും, അവരിപ്പോ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് ഹോട്ട് സ്പ്രിംഗിലേക്ക് പോയിരിക്കുകയാണ്. സോ മടങ്ങി വരുന്നത് വരെ ഞാനായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുക. മിറായി ഒരു നിമിഷം ആ ഒരു പോസ്റ്ററിലേക്ക് വളരെ ക്ലിയർ ആയിട്ട് നോക്കുകയാണ്. ഓ നോ, ഞാൻ ഇവിടേക്ക് മുൻപ് പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഗോസ്റ്റ് ഉണ്ട്, വലിയ സ്ക്വാഡൊക്കെ കയ്യിലുള്ള ഒരു വാരിയർ ഗോസ്റ്റ്. അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ കൊവാക്കിയും ബൊറൂട്ടോയും അവിടെയുള്ള ശിലയൊക്കെ നോക്കിയും കണ്ടു ആസ്വദിച്ചൊക്കെ അങ്ങനെ നടന്നു വരും. അപ്പൊ അതിലൊരു ശിലയ്ക്ക് മാത്രം ചെറിയൊരു കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആൾക്കാരെല്ലാവരും അവരുടെ റൂമിലേക്ക് വരികയാണ്. ഹിനട്ടയാണെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ട് കോഫിയും പലഹാരങ്ങളൊക്കെ എടുത്തു കൊടുക്കും. ഹേമാവരി അവൾ ആ റൂം മുഴുവൻ ചുറ്റി കാണുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ തൊട്ടടുത്തായി സെറ്റ് ചെയ്തിരിക്കുന്ന ആ ടേബിൾ ടെന്നീസിന്റെ ബോർഡ് കാണുകയാണ്. എല്ലാവരും വായോ, നമുക്കിപ്പോൾ തന്നെ ടേബിൾ ടെന്നീസ് ഗെയിം അത് കളിക്കണം എന്ന് പറയും. അത് കേട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇപ്പൊ കളിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഹേമാവരി ആണെങ്കിൽ റഫറി ആയിട്ട് നിൽക്കും. ബൊറൂട്ടോയും ഹിനട്ടയും അവരൊരു ടീമായിട്ടും ഓപ്പോസിറ്റ് ടീമിൽ കൊവാക്കിയും ബൊറൂട്ടോയും അവരും കളിക്കാനായിട്ട് നിൽക്കുകയാണ്. കൊവാക്കിക്കാണെങ്കിൽ ആ ഒരു ബാറ്റ് അതെങ്ങനെയാണ് കറക്റ്റായിട്ട് പിടിക്കേണ്ടതെന്ന് പോലും അറിയില്ല. ഇതിന് ബൊറൂട്ടോ ആണെങ്കിൽ അതെങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അവന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം രണ്ട് ടീമും വാശിയോടുകൂടെ കളിക്കുകയാണ്. കൊവാക്കിയുടെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് ആ ബോൾസ് സ്കിപ്പാവും. അതിൽ കൺട്രോൾ പോയ ബൊറൂട്ടോ ആണെങ്കിൽ കൊവാക്കിയോട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും 50 പറഞ്ഞ് 100 പറഞ്ഞ് പിടിഞ്ഞ തർക്കത്തിനൊടുവിൽ വീണ്ടും അവർ കളി സ്റ്റാർട്ട് ചെയ്യും. ഇത്തവണ ഹിനട്ട അവളാണെങ്കിൽ വേറെ ലെവലില് ഗെയിം കളിച്ച് മുന്നേറുകയാണ്. നറൂട്ടോയും ഹിനട്ടയും അവർ ഇതിനോടകം ഒരുപാട് സ്കോർ സ്വന്തമാക്കി. സമയം മുൻപോട്ടേക്ക് പോകുന്തോറും സ്കോർ ബോർഡിലാണെങ്കിൽ ഓരോരോ അക്കങ്ങളായിട്ട് തെളിയാണ്. അതായത് നറൂട്ടോയും ഹിനട്ടയും ഇതുവരെ കളിച്ച കളിയിൽ ബൊറൂട്ടോ ആ ടീമിനെ ദയനീയമായിട്ട് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അവർ ആ കാര്യം പറഞ്ഞ് ബൊറൂട്ടോയും കൊവാക്കിയും അവർ രണ്ടുപേരും വീണ്ടും തർക്കം. ഹേമാവരിക്കാണെങ്കിൽ അതെല്ലാം കണ്ട് കൺട്രോൾ പോവും. യു ആർ അൺബിലീവബിൾ, നിങ്ങൾ ഇനിയെങ്കിലും ഫൈറ്റൊക്കെ നിർത്തി മര്യാദയ്ക്ക് കളിക്കുകയും ഒരേ ഒരു ഗെയിമിലെങ്കിലും പപ്പയും മമ്മയും നിങ്ങൾ തോൽപ്പിക്കാൻ പറയും. അത് കേട്ട് ബൊറൂട്ടോയും കൊവാക്കിയും വാശിയിൽ കളിക്കും. ഹിനട്ടയാണെങ്കിൽ കേർവ്സ് ആയിട്ടൊക്കെ ആ ബോൾ ആഞ്ഞടിച്ച് വീണ്ടും വീണ്ടും തുടരെ ജയിച്ചു കൊണ്ടേയിരിക്കും. മാച്ച് അവസാനിക്കുമ്പോൾ 11 കളിയിൽ നറൂട്ടോ ഓൺ ടീം ജയിക്കും. ഒരു കളി പോലും ജയിക്കാൻ കഴിയാതെ കവാക്കിയും ബൊറൂട്ടോയും ദയനീയമായിട്ട് പരാജയപ്പെടും. ബൊറൂട്ടോയും കവാക്കിയും ആണെങ്കിൽ അങ്ങനെ തോറ്റുപോയതിൽ ഒരുപാട് വിഷമത്തിൽ തല താഴ്ത്തി നിൽക്കും. ഹിനട്ടയാണെങ്കിൽ അവരോട് പറയും, തോൽവി അത് സാധാരണമാണ്, നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി ജയിക്കാനുള്ള വലിയൊരു സ്റ്റെപ്പ്, അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് അവരവിടുന്ന് കടന്നുപോകും. അതിനുശേഷം അവരെല്ലാവരും ഫ്രഷ് ആയിട്ട് ഇപ്പൊ ഡിന്നർ കഴിക്കാൻ ടേബിളിലേക്ക് വന്നിരിക്കുകയാണ്. അവരാണെങ്കിൽ അത്ഭുതപ്പെടും, കാരണം ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഡിഫറെന്റ് ഡിഷുകൾ അവിടെ അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അവര് ഹാപ്പിയായി ഓരോ ഫുഡും കഴിച്ച് അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഒക്കെ പറഞ്ഞ് ആസ്വദിച്ചിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ ഹാപ്പി ആയിട്ട് കഴിച്ച് നറൂട്ടോയും ബൊറൂട്ടോയും കൊവാക്കിയും അവരാണെങ്കിൽ ഹോട്ട് സ്പ്രിംഗിൽ കുളിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. കൊവാക്കിക്കാണെങ്കിൽ അതെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെല്ലാം ആസ്വദിക്കുന്ന കണ്ട് ബൊറൂട്ടോ ആണെങ്കിൽ കൊവാക്കിയോട് പറയും, നീയല്ലേ തുടക്കത്തിൽ ഇവിടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത്, ഇവിടേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് വലിയ നഷ്ടം സംഭവിച്ചേനെ. കട്ട് ചെയ്ത ഇപ്പൊ കൊവാക്കി അവനൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ നറൂട്ടോ ആണെങ്കിൽ അവർ പോകാൻ പോകുന്ന ആ വെക്കേഷൻ ട്രിപ്പിനെ കുറിച്ച് പറയും. അതിന് കൊവാക്കി ആണെങ്കിൽ തീർത്ത് പറയും, ഞാൻ നിങ്ങളുടെ ഫാമിലി മെമ്പർ അല്ല, സോ ഒരു കാരണവശാലും ഞാനിതിൽ പങ്കെടുക്കില്ല. ഉടനെ ഹിനട്ടയാണെങ്കിൽ ഷോക്കായിട്ട് പറയും, ഒരു കാരണവശാലും നീ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, നീയും എൻ്റെ മകനാണ്, ഈ ഫാമിലിയിലെ ഒരു മെമ്പറാണ്, ഞങ്ങളോടൊപ്പം നീയും തീർച്ചയായിട്ടും ട്രിപ്പിന് വരുമെന്ന് പറഞ്ഞ് അവരെല്ലാവരും അവരെ നിർബന്ധിച്ചാണ് എനിക്ക് കൊണ്ടുവന്നത്. കവാക്കി ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ വെള്ളത്തിൽ കിടക്കും. നറൂട്ടോ ആണെങ്കിൽ പതിയെ എഴുന്നേറ്റ് നമ്മുടെ ചെക്കന്മാരോട് പറയും, വേഗം വായോ, അവിടെ ഹേമാവരി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും, അവൾ പുതിയൊരു ഗെയിം കളിക്കാൻ കാർഡ്സ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മളെ ഇവിടേക്ക് പറഞ്ഞയച്ചതെന്ന് പറഞ്ഞ് ആളങ്ങനെ നടന്നു പോകും. ഒക്കെയാണെങ്കിൽ ബൊറൂട്ടോട് പറയും, നീ ആദ്യം എഴുന്നേറ്റ് പോ, അതിനുശേഷം മാത്രമേ ഞാൻ എഴുന്നേക്കൂ. അതിന് ബൊറൂട്ടോ പറയും,
ഒരു കാരണവശാലും ആദ്യം ഞാൻ പോവില്ല, നീ പോയതിനു ശേഷം ഞാൻ പോകുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ആരാദ്യം എഴുന്നേക്കുമെന്ന് പറഞ്ഞ് മത്സരിക്കുകയാണ്. ഇതാ ഇവിടെ ഹേമാവരിയും ഹിനട്ടയും നറൂട്ടോയും അവർ മൂന്ന് പേരും കാർഡ്സ് ഒക്കെ നിരത്തി വെച്ച് ഗെയിം കളിക്കുകയാണ്. ഹേമാവരിയാണെങ്കിൽ സ്മാർട്ടായിട്ട് ഗെയിമൊക്കെ കളിച്ച് എല്ലാ ഗെയിമിലും അവൾ തന്നെ ജയിക്കും. ഒരുപാട് നേരം നറൂട്ടോയായിട്ട് ഗെയിം കളിച്ച് അവൾക്ക് ബോറടിക്കും. എന്റെ രണ്ട് ബിഗ് ബ്രദേഴ്സ് അവരെവിടെ പോയി, ഇത്രയും സമയമായിട്ടും അവരുടെ കുളി അത് കഴിഞ്ഞില്ലേ? അത് കേട്ട് നറൂട്ടോ ചിരിക്കും. അവർ രണ്ടുപേരും ആരവസാനം ആ ഹോട്ട് സ്പ്രിംഗിൽ നിന്ന് എഴുന്നേക്കും എന്ന് പറഞ്ഞ് അവിടെ മത്സരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ വരാത്തത്. ഈ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഹോട്ട് സ്പ്രിംഗിന്റെ ചൂട് അത് കൂടിക്കഴിയുമ്പോൾ അവർ താനെ ഇവിടേക്ക് വരുമെന്ന് പറയും. അടുത്ത നിമിഷം നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ ഇപ്പൊ ചൂട് താങ്ങാൻ കഴിയാതെ മൂടൊക്കെ പൊള്ളി അങ്ങനെ ചാടി എഴുന്നേക്കാണ്. അതിനുശേഷം രണ്ടുപേരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പൊ ഫാനിന്റെ ചോട്ടിൽ വന്ന് നിൽക്കും. അവരങ്ങനെ ഹായ് ആയിട്ട് കാറ്റ് കൊള്ളുമ്പോഴായിരിക്കും ചുമരില് എന്തോ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചായിട്ട് ബൊറൂട്ടോയുടെ ശ്രദ്ധയിൽപ്പെടുക. അവർ രണ്ടുപേരും ഒരു പോസ്റ്റർ വായിക്കും. അതില് ഒരു സ്റ്റാമ്പ് ഹണ്ടിങ് ഗെയിമിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ബൊറൂട്ടോ ആണെങ്കിൽ കവാക്കയും വലിച്ച് ആ ഗെയിം സെന്ററിലേക്ക് വരികയാണ്. അവൻ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് അവിടെയുള്ള ആളോട് ചോദിക്കും. അതിനാള് പറയും, പ്രത്യേകിച്ചൊന്നുമില്ല, ഈ സ്റ്റാമ്പുകളിൽ നിങ്ങൾ സീൽ പതിപ്പിക്കണം, അതൊരു ഹൊറർ പ്ലേസ് ആണ്, പേടിക്കാതെ പോയി സ്റ്റാമ്പിൽ സീൽ പതിപ്പിച്ച് തിരികെ വരണം, പേടിയുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ശ്രമിക്കാനായിട്ട് പാടില്ല എന്ന് പറയും. അതിന് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ക്യാഷ്വലായിട്ട് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ കാർഡ്സ് ഒക്കെ കളക്ട് ചെയ്ത് ആ മരിച്ചുപോയ വാരിയറിന്റെ റൂമിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ അങ്ങനെ സൂം ഔട്ട് ചെയ്ത അവരുടെ തൊട്ടു പുറകിലായി ആ വാരിയറിന്റെ സോള് അത് അവരെ ഫോളോ ചെയ്ത് വരികയാണ്. അവരാണെങ്കിൽ കറക്റ്റ് സ്പോട്ടിലെത്തി ആ കാർഡിൽ പതിപ്പിക്കും. പക്ഷെ എന്താ, ആ വാരിയറിന്റെ ഒരു ഫോട്ടോ കണ്ട് അവർ ഷോക്കാവുകയാണ്. കാരണം നമ്മുടെ ആൾക്കാർ ഏത് ഭാഗത്തേക്ക് അവരുടെ ഫേസ് അത് ഡൈവേർട്ട് ചെയ്യുന്നോ അതേ ഭാഗത്തേക്ക് ആ ഒരു വാരിയറിന്റെ കണ്ണും ചലിക്കുകയാണ്. അല്പനേരം കൊവാക്കിയും ബൊറൂട്ടോയും അതിലേക്ക് തന്നെ നോക്കും. അതിനുശേഷം കൊവാക്കി പറയും, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഇത് വെറൊരു ഇല്യൂഷനാണ്, ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അല്ലാതെ നീ കരുതും പോലെ ഇതിൽ ടെററായിട്ട് അല്ലെങ്കിൽ ഹൊററായിട്ട് യാതൊന്നുമില്ല. അതിനുശേഷം ബൊറൂട്ടോയും കൊവാക്കിയും അവരാണെങ്കിൽ വീണ്ടും മുൻപോട്ടേക്ക് നടന്നു വരികയാണ്. ദൂരത്തായിട്ട് ഒരു ലേഡിയുടെ ഫോട്ടോ കാണും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ആ ഒരു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ കുറച്ച് പേടി തോന്നുകയാണ്. അവർ മുൻപോട്ടേക്ക് നടന്നു വരുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കും. ശബ്ദം കേട്ട ബൊറൂട്ടോ ആണെങ്കിൽ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. കവാക്കി പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ പേടിപ്പിക്കാൻ ഈ ഒരു ഭാഗത്ത് ആരോ എന്തോ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടതെന്ന് പറയും. അപ്പോൾ അവരുടെ പിന്നിലായിട്ട് ആ ഒരു ആംഡ് മാൻ ആളാണെങ്കിൽ അവർ ഫോളോ ചെയ്ത് വരികയാണ്. അവസാനമായിട്ട് അവരാണെങ്കിൽ ഒരു സ്റ്റാച്യൂയുടെ അടുത്തേക്ക് വരും. ആ സ്റ്റാച്യൂയുടെ തല കണ്ട് ബൊറൂട്ടോ പേടിച്ച് പിന്നിലേക്ക് മാറും. കവാക്കിക്കാണെങ്കിൽ യാതൊരു പേടിയുമില്ല, അവനതിന്റെ തലയിൽ ടച്ച് ചെയ്യാണ്. അടുത്ത നിമിഷം അതിന്റെ മുള്ളം മുടി അത് പൊടിപൊടിയായി താഴേക്ക് വീഴും. ബൊറൂട്ടോ, നീ ഇത് കണ്ടില്ലേ? ഇത് നമ്മൾ കരുതും പോലെ പേടിക്കേണ്ട കാര്യമൊന്നും അല്ല, ഇതെല്ലാം തന്നെ മാഗ്നറ്റിക് ആണ്, ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്കും ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ ആ മുടിയാണെങ്കിൽ പഴയതുപോലെ ആക്കും. ഇപ്പൊ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ഒരു ചെറിയ ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡിയോട് അവർ ആ കാര്യം പറയും. ലേഡി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുമായിട്ട് ഇപ്പൊ തിരികെ റൂമിലേക്ക് എത്തും. ലേഡി നറൂട്ടോട് പറയും, നിങ്ങളുടെ ഈ രണ്ടു മക്കളും ഇവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഗെയിം അത് ഈസി ആയിട്ട് ജയിച്ചിരിക്കുകയാണ്. സോ അങ്ങനെ ജയിക്കുന്നവരുടെ ഫോട്ടോസ് അത് ഞങ്ങൾ എടുക്കുന്ന പതിവുണ്ട്. ഫോട്ടോ എടുക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു നല്ല സ്നാപ്പ് അതെനിക്ക് വേണം. ലേഡി ആണെങ്കിൽ ഇപ്പൊ എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് അവിടുന്ന് കടന്നു പോകും. അതിനുശേഷം ഹാപ്പി ആയിട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും കിടന്നുറങ്ങുകയാണ്. അവരങ്ങനെ ഗാഠനിദ്രയിലേക്ക് പോയി കഴിയുമ്പോൾ ബൊറൂട്ടോയുടെയും കവാക്കിയുടെ മനസ്സിലേക്ക് ആ ഒരു ഗോസ്റ്റിന്റെ രൂപം തെളിഞ്ഞു വരും. അവർ രണ്ടുപേരും ഞെട്ടി എഴുന്നേക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പോ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആൾക്കാർ തിരികെ പോവാൻ തയ്യാറായി കഴിഞ്ഞു. ആ ലേഡി ആണെങ്കിൽ കഴിഞ്ഞ ദിവസം എടുത്ത ആ ഒരു ഫോട്ടോ അതിപ്പോ നമ്മുടെ ആൾക്കാർക്ക് പ്രസന്റ് ആയിട്ട് കൊടുക്കും. ഹേമാവരി ഹാപ്പി ആയിട്ട് ആ ഫോട്ടോ തുറന്നു കാണും. അപ്പൊ അവള് കാണും ആ ഫോട്ടോയ്ക്ക് പിന്നില് ആ ഒരു ഗോസ്റ്റിന്റെ രൂപം. ഫോട്ടോയും കവാക്കയും അവർ രണ്ടുപേരും ആ കാഴ്ച കണ്ട് ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.